ഇനി 2 ഇനങ്ങൾ മാത്രമാണ് കൃഷ്ണ പൂർത്തിയാവാനുള്ളത് ബാക്കിയുള്ളത്. അതിനിടെ കണ്ണൂർ കപ്പുറപ്പിച്ചെന്നാ. കണ്ണൂർ കപ്പുറപ്പിച്ചോ? അങ്ങനെ ഉറപ്പിച്ചു. ഇനി ബാക്കി 2 ബാക്കിയുണ്ടല്ലോ. എന്നാലും ഉറപ്പിച്ചു. എനിക്ക് കപ്പെടുക്കും. നിങ്ങൾക്ക് ഏത് ഐറ്റം വരും? ഉറുദു സംഘഗാനം. ഞാൻ ഉറുദു സംഘഗാനം ദേശത്തെയാണ്. കപ്പുറപ്പിച്ചു. അപ്പൊ കണ്ണൂരിലെ കുട്ടികൾ കപ്പുറപ്പിച്ചെന്നാണ് പറയുന്നത്. അവരുടെ അധ്യാപകരും അവരുടെ സാറന്മാരും പറയുന്നത് കപ്പുറപ്പിച്ചത്. അപ്പൊ അങ്ങോട്ട് വരും പറയാം. മാഷെ കപ്പുറപ്പിച്ചോ? നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി ഞങ്ങൾ ഒരാളും കയറാൻ പറ്റില്ല. ഞങ്ങൾ തുടക്കം മുതൽ ആദ്യ ദിനം മുതൽ ഈ അവസാന ദിനം വരെ കണ്ണൂർ തന്നെയാണ്. കണ്ണൂരിനകത്ത് ഞങ്ങൾ പോരാട്ട മണ്ണിൽ നിന്ന് വരും. ഞങ്ങൾക്ക് പോരാടാൻ അറിയാം. ഞങ്ങൾ 2 ഐറ്റം ബാക്കി ഞങ്ങൾ കൊണ്ടുപോകും. കണ്ണൂർ ഒന്ന് മാത്രല്ല, അറബിക് കലോത്സവം, സംസ്കൃതോത്സവം, ജനറൽ 3ലും കണ്ണൂരാണ് കൊയ്ത്ത് വിജയം നേടിയിരിക്കുന്നത്. അത് മാത്രമല്ല ഹൈസ്കൂൾ വിഭാഗത്തില് കണ്ണൂർ ജില്ലക്കാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. അതുപോലെ സ്വർണ്ണ കപ്പിലും ഞങ്ങൾ മുത്തമിട്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നില് ഈ വിജയത്തിന്റെ പിന്നില് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർ, അവരുടെ ഓഫീസ് സ്റ്റാഫ്, അതുപോലെ ഞങ്ങളുടെ അധ്യാപകര്, അതുപോലെ കുട്ടികള്, അതിലേറെ ഉപരിയായി അവരുടെ രക്ഷിതാക്കളും പരിശീലകരും, അവരുടെ നിശ്ചയദാർഢ്യം, നല്ല പരിശീലനം, നല്ല തയ്യാറെടുപ്പോടു കൂടിയാണ് ഇപ്രാവശ്യം ഞങ്ങൾ വന്നത്. തൃശ്ശൂരിൽ അത് പ്രത്യേക ഒരു വാശി തന്നെയാണ്. തൃശ്ശൂരിൽ കലോത്സവം നടക്കുമ്പോൾ തൃശ്ശൂരിന് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല. കണ്ണൂർ നേടും എന്ന വാശി തന്നെയാണ്. കോഴിക്കോട് കപ്പടിക്കാൻ കാണാൻ വേണ്ടിയായിരുന്നു വന്നത്. പക്ഷെ ഞങ്ങളുടെ അയൽവാസികൾ കപ്പടിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ കയ്യിൽ തൃശ്ശൂർ കഴിഞ്ഞ മണ്ണിൽ കൊണ്ടുപോകുന്നതാണ്. ആ തൃശ്ശൂരിന്റെ മണ്ണിൽ കണ്ണൂർ തിരിച്ചു കൊണ്ടുപോവുകയാണ്. നേടിയെടുത്തേ കണ്ണൂർ ഇവിടെ നേടിയെടുത്തേ, സ്വർണ്ണക്കപ്പ് നേടിയെടുത്തേ. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? സ്വർണ്ണക്കപ്പ് കണ്ണൂർക്കാ, ഈ സ്വർണ്ണക്കപ്പ് കണ്ണൂർക്കാ. നേടിയെടുത്തു കപ്പ് ഞങ്ങൾ നേടിയെടുത്തു. നാട്ടുകാരെ നേടിയെടുത്തു. കണ്ണൂരിന്റെ മക്കളിതാ. തൃശ്ശൂർ ഒരു സാഹിത്യ നഗരമാണ്. എന്നാൽ കണ്ണൂര് കലകളുടെ ഇത്തില്ലമാണ്. തെയ്യങ്ങളുടെ ഒരു നാടാണ് കണ്ണൂര്. ആ ഒരു ഇത് കൂടി നമുക്കുണ്ട്. അപ്പൊ കണ്ണൂര് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് തൃശ്ശൂരിലെ കലോത്സവത്തെ കുറിച്ചാണ്. എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ രീതിയിൽ നല്ല ആതിഥ്യ മര്യാദ. അത് മാത്രമല്ല അനുഭവപ്പെട്ടത് ഇവിടെ വന്ന് ഇറങ്ങിയ മുതൽ ഇവിടുത്തെ ഓട്ടോക്കാര്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓട്ടോക്കാര് വളരെ തുച്ഛമായ പൈസ, വളരെ തുച്ഛമായ നല്ല പെരുമാറ്റം.